എങ്ങനെയുണ്ട് ഫുഡ്? ഇന്ന് വിഷു ആയതുകൊണ്ട് പുറത്തോട്ട് പോകാമെന്ന് കരുതി ഞാനും അവളും നമുക്ക് രണ്ടുപേർക്കും ലീവാണ്. പോകാനായിട്ട് ഇറങ്ങിയപ്പം അൻവിയുടെ പാഴ്സൽ വന്നു. ഈ ഒരു ബോക്സ് ഫുൾ ഓഫ് ബാൻഡിനും സ്ലൈഡിനും കൂടെ എനിക്ക് 200 ആണ് ആയത്. പിന്നെ ഈ ഒരു ബ്രഷും ഈ ഒരു ബീഡ് വരുന്ന ബാൻഡും കോംപ്ലിമെൻ്ററി ആണ്. ഞാൻ മീഷോന്നാണ് മേടിച്ചത്. കുഞ്ഞുറങ്ങുന്ന സമയത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മ നല്ല ചൂട് ചോറും പരിപ്പും പപ്പടും പ്രോൺ റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിന്നാൻ പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഇതും കൂടെ അകത്താക്കി. എന്നിട്ട് ഞാൻ വെളിയിൽ പോയി അവളെ ഞാൻ കാത്തു നിൽക്കുകയാണ്. സൺസ്ക്രീൻ ഒലിച്ച് എൻ്റെ ഉച്ചന്തലയിൽ വന്ന് അടിച്ചിട്ട് പോലും അവളെത്തിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങ് കോടീശ്വരം കളിക്കാൻ തുടങ്ങി. ഓപ്ഷൻ എ, ആരുടെങ്കിലും പോയോ? ഓപ്ഷൻ 2, പിന്നെ എന്തായിരുന്നു ഓപ്ഷൻ 2? ആ വണ്ടി ഇടിച്ചോ? ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ദാ പറന്ന് വരുന്നു. എടി എൻ്റെ പെട്രോൾ തീർന്ന്, പെട്ടെന്ന് പെട്രോൾ പമ്പിൽ പോകാമെന്ന് പറഞ്ഞ് നേരെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് ഞങ്ങൾ ഫ്രോസ്റ്റ് ആൻഡ് ടോസ്റ്റിലെത്തി. നമ്മുടെ കവടിയാർ നന്തങ്കോടുള്ള അവിടെ ചെന്ന് ഒരു ബ്ലൂബെറി ഫ്രഞ്ച് ടോസ്റ്റും സ്ട്രോബെറി മൊയ്റ്റോയും പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ബ്ലൂബെറി ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ സ്ട്രോബെറി മൊയ്റ്റോ അടിപൊളിയാണ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഭയങ്കര വെർത്താണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഡൈനാമിക് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തത്. നല്ല കാലമായതുകൊണ്ടൊന്നും അറിയത്തില്ല, കാലെടുത്ത് വെച്ചത് അവിടുത്തെ മെഷീൻ അടിച്ചു പോയി. അവസാനം മധുരം എല്ലാം കൂടെ കഴിച്ച് മെത്തടിച്ച് തലയിറങ്ങി ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം മ്യൂസിയത്തിലോട്ട് പോയി. അവിടുത്തെ ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും കപ്പിൾസ് ആയതുകൊണ്ട് ഞങ്ങളും കൈപിടിച്ച് അങ്ങ് നടക്കുകയാണ് കേട്ടോ. എത്തിയപ്പോഴേക്കും KTDCയിലെ കട്ട്ലറ്റാണ് ഓർഡർ ചെയ്തത്. നല്ല കയറ്റി അടിച്ച വിലയായിരുന്നു, 70 രൂപ. പിന്നെ അതും കഴിച്ചു. മാങ്ങയും പൈനാപ്പിളൊക്കെ കഴിച്ച് വീട്ടിൽ എത്തിയപ്പോഴേക്കും എൻ്റെ കുഞ്ഞിക്കിളി അവൾ വല്യമ്മ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റുമായിട്ട് കളിക്കുന്നു.